ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISL അടുത്ത മാസം 14-ാം തീയതിയാണ് ആരംഭിക്കുക. എല്ലാ ക്ലബ്ബുകളും പങ്കെടുക്കുന്നുണ്ട്. ഇതായിരുന്നു കേന്ദ്ര കായിക മന്ത്രി പ്രഖ്യാപിച്ച ഒരു കാര്യം. പക്ഷേ ക്ലബ്ബുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പങ്കെടുപ്പിച്ചത് എന്ന റിപ്പോർട്ടുകൾ അപ്പോൾ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. അത് ശരിവെക്കുന്ന കുറച്ചുകൂടി റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് പല ക്ലബ്ബുകളും ഇപ്പോഴും ISLൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടില്ല. അതിൻ്റെ കാരണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അതായത് ഓൾറെഡി ഇതിനോടകം തന്നെ ലീഗ് നടത്താൻ വേണ്ടി ഓപ്പറേഷണൽ കോസ്റ്റ് ആയിക്കൊണ്ട് ഒരു വലിയ സംഖ്യ ക്ലബ്ബുകൾ ഫെഡറേഷന് നൽകുന്നുണ്ട്. ഇതിനു പുറമെ എൻട്രി ഫീ ആയിക്കൊണ്ട് 1 കോടി രൂപ കൂടി നൽകണം എന്നാണ് ഫെഡറേഷന്റെ ആവശ്യം. അങ്ങനെ വരുമ്പോൾ ക്ലബ്ബുകൾക്ക് വലിയ നഷ്ടമാണ്. എന്നാൽ ഫെഡറേഷൻ ആവട്ടെ 14 കോടി രൂപയോളം ലാഭം അവിടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലബ്ബുകൾ എല്ലാവരും ഇപ്പോൾ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത്. ഈയൊരു എൻട്രി ഫീ ഒഴിവാക്കണം എന്ന കാര്യത്തിലുള്ള പ്രതിഷേധമാണ് ക്ലബ്ബുകൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ISLലെ ജേതാക്കൾക്കും റണ്ണേഴ്സപ്പിനും എന്താണ് ലഭിക്കുക? അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് മാർക്കസ് മർഗുലാവോ നൽകിയിട്ടുണ്ട്. ജേതാക്കൾക്ക് 2.5 കോടി രൂപയാണ് ലഭിക്കുക. അതുപോലെ തന്നെ റണ്ണേഴ്സ് അപ്പിന് 1.5 കോടി രൂപയാണ് ലഭിക്കുക. വളരെ ചെറിയ ഒരു തുക മാത്രമാണ് ലഭിക്കുക. അതായത് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെങ്കിൽ ക്ലബ്ബുകൾ 1 കോടി രൂപ നൽകണം. എന്നാൽ വിജയിച്ചാൽ 2.5 കോടി രൂപ മാത്രമാണ് ലഭിക്കുക. അതുപോലെ തന്നെ റണ്ണേഴ്സ് അപ്പിന് കേവലം 1.5 കോടി രൂപ മാത്രമാണ് ലഭിക്കുക. അങ്ങനെ വളരെ ചെറിയ ഒരു സംഖ്യ മാത്രമാണ് ഫെഡറേഷൻ ഇത്തവണ നൽകുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, എല്ലാ താരങ്ങളും പാക്കറ്റ് എടുക്കേണ്ടി വരും. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സോഴ്സ് പറഞ്ഞത് 35% മുതൽ 40% വരെ സാലറിയുടെ കാര്യത്തിൽ കുറവ് വരുത്തിയാൽ മാത്രമേ ഈ സീസൺ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയും ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് താരങ്ങളും ഇപ്പോൾ ത്യാഗങ്ങൾ സഹിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സാലറി കട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പല ക്ലബ്ബുകളും തങ്ങളുടെ താരങ്ങളുടെ സാലറി കുറക്കുകയാണ്. താരങ്ങൾ അതിന് നിർബന്ധിതരായിരിക്കുകയാണ്. അതിൻ്റെ കാരണം ക്ലബ്ബുകൾ എല്ലാവരും വലിയ ഒരു നഷ്ടമാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.